സിക്സ്ത് സ്റ്റാൻഡേർഡ് മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്, ഒരു ഭിന്നം പല രൂപം എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹാഫ്, അതായത് 1/2, അതേപോലെ 3/5, 7/10, ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ്. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുക. ഇതിൽ മുകളിലുള്ള ഈ നമ്പറിനെ നമ്മളിത് ന്യൂമറേറ്റർ എന്ന് പറയും. ന്യൂമറേറ്റർ അഥവാ അംശം. അതേപോലെ താഴെയുള്ള നമ്പറിനെ ഡിനോമിനേറ്റർ അഥവാ ഛേദെന്ന് പറയും. അപ്പോൾ ഒരു ഫ്രാക്ഷന് ന്യൂമറേറ്ററും ഉണ്ടാവും, ഡിനോമിനേറ്ററും ഉണ്ടാവും. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്, അതായത് ഒരേ ഫ്രാക്ഷനിന്റെ തന്നെ പല രൂപങ്ങൾ. ഇപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് 1/2 ഒരു ഫ്രാക്ഷണൽ നമ്പർ അല്ലേ, ഇതിനെ നമുക്ക് പല രൂപത്തിൽ എഴുതാം. അതേപോലെ 3/5 ഇതിനെയും പല രൂപത്തിൽ എഴുതാം. അതേപോലെ 7/10 ഇതിനെയും പല രൂപത്തിൽ എഴുതാം. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോണത്. അപ്പൊ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, നമുക്കൊരു റെക്റ്റാങ്കിളും കാണാം, ഒരു സർക്കിളും കാണാം. നമുക്ക് എന്ത് ചെയ്യണം? ഈ റെക്റ്റാങ്കിളിനെ 2 തുല്യ പാർട്സ് ആക്കി മാറ്റണം. അതിന് നമ്മൾ ഇതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഈ റെക്റ്റാങ്കിളിന് ആദ്യം ഉണ്ടായിരുന്നത് ഇതിന്റെ ലെങ്ത് 1 മീറ്റർ ആയിരുന്നു. അതിനെ നമ്മൾ പകുതി പകുതിയാക്കി. അപ്പൊ ഈ ഒരു പീസിന്റെ ലെങ്ത് എത്ര ഉണ്ടാകും? പകുതി, അതായത് ഹാഫ്, 1/2 എന്ന് പറയും നമ്മൾ. ഇവിടെയും 1/2 മീറ്റർ ആണ് ഉണ്ടാകുക. അതിന് ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് 1 മീറ്റർ ആണ്. അതിനെ നമ്മൾ പകുതിയാക്കി കട്ട് ചെയ്തപ്പോൾ ഹാഫ് പാർട്ട് ഇവിടെ, ഹാഫ് പാർട്ട് ഇവിടെ. ഇനി ഇതേപോലെ ഈ സർക്കിളിനെയും നമ്മൾ 2 തുല്യ പാർട്ടാക്കി മാറ്റി. ഇതാണ് സർക്കിളിന്റെ സെന്റർ. അതിലൂടെ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് 2 തുല്യ പാർട്സ് ആക്കി മാറ്റി. അപ്പൊ മുകളിൽ എത്ര ഉണ്ടാകും? ഹാഫ് പാർട്ട് മുകളിൽ, അതേപോലെ ഹാഫ് പാർട്ട് താഴെയും. അതായത് 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയതിലെ ഒരു ഭാഗം ഇത്. അതാണ് ഈ 1/2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയതിലെ ഒരു ഭാഗം. അതേപോലെ തന്നെ ഇവിടെ മീനിങ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ 4 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിലോ, നമ്മൾ ഇതിൻ്റെ മിഡിലിൽ കട്ട് ചെയ്തിട്ട് 2 പാർട്ടാക്കി മാറ്റി. വീണ്ടും ഇതിൻ്റെ ഓരോ പാർട്ടിനെയും 2 തുല്യ പാർട്സ് ആക്കി മാറ്റി. ഇങ്ങനെ 4 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. അപ്പൊ നോക്കൂ, ഇതിലുള്ള ഓരോ പീസും 1/4 പാർട്ട് ആകൂലേ? അതായത് 4 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയതിലെ ഒരു ഭാഗമാണിത്. അതേപോലെ ഇതും 4 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയതിലെ ഒരു ഭാഗമാണ്. ഇനി ഇതും എന്താണ്? 4 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയതിലെ ഒരു ഭാഗം. ഇതിലെ ഓരോ പാർട്ടിനെയും നമ്മൾ 1/4 എന്ന് പറയും. ഇനി നമ്മൾ ഇവിടെ പകുതി എടുത്തത് എന്താണ്? 1/2 അല്ലേ? അതായത് ഇവിടുന്ന് ഇത്രയാണ് ഇതിന്റെ പകുതി എന്ന് പറയുന്നത്. അതായത് ഇവിടെ 1/2 പകരം ഇവിടെ 4 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയതിലെ 2 പാർട്ട്. അപ്പൊ നമ്മൾ 2/4 എന്നല്ലേ എഴുതുക. അതായത് ഇപ്പൊ നമ്മൾ അടുത്തൊരു റിബൺ ഉണ്ട്. ഈ റിബണിനെ നമ്മൾ എന്ത് ചെയ്തു? 5 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി എന്ന് വിചാരിക്കുക. നോക്കൂ, 1, 2, 3, 4, 5 തുല്യ ലെങ്ത് ഉള്ള പീസസ് ആക്കി മാറ്റി. ഇനി ഇതിൽ 2 പീസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇതിനെ 5 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി. അതായത് ടോട്ടൽ ഇവിടെ 5 പീസുകൾ ഉണ്ട്. അതിൽ 2 നമ്മൾ എടുത്തത്. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ 2/5. ഇനി നമ്മൾ 3 എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ടോട്ടൽ ഇവിടെ 5 ഉണ്ട്. അതിൽ 3 നമ്മൾ എടുത്തത്. അപ്പൊ 3/5 അതിന്റെ ഫ്രാക്ഷൻ. ഇനി നമ്മൾ 4 എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, 1, 2, 3, 4 പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 5 പീസ് ഉണ്ട്. അതിൽ 4 എടുത്തു. അങ്ങനെയാണ് ഫ്രാക്ഷൻ നമ്മൾ എഴുതുക. അപ്പൊ ഇവിടെ നോക്കൂ, 4 തുല്യ പീസുകളാക്കി മാറ്റിയതിൽ 2 പീസ്. അപ്പോൾ 2/4. ടോട്ടൽ 4 ഉണ്ട്. അത് താഴെ എഴുതുക. 2 നമ്മൾ അതിൽ നിന്ന് എടുത്തത്. അപ്പൊ 2. അതേപോലെ ഈ ഭാഗം നോക്കൂ, 2/4 അല്ലേ ഉണ്ടാകുക. ടോട്ടൽ 4 പീസ്. അപ്പൊ അത് താഴെ, മുകളിൽ 2. 2 നമ്മൾ എടുത്തത്. അതേപോലെ ഇവിടെ നോക്കൂ, നമ്മൾ ഈ സർക്കിളിനെ 4 തുല്യ പീസസ് ആക്കി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2 പീസായി. ഇനി വീണ്ടും ഇതിന്റെ സെന്ററിലൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 പീസായല്ലോ. അതില് ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 4 തുല്യ പാർട്സ് ആക്കി മാറ്റിയതിലെ
2 പാർട്ട് നോക്കൂ, 4 പാർട്ട് ഉണ്ട്. 1 2 3 4. അതിൽ 2 പാർട്സ് ആണ് ഇത് രണ്ടും കൂടെ വരിക. അപ്പൊ 2/4. അതേപോലെ താഴെ ഉള്ളതും ഇതേ 2/4 ആണല്ലോ ഉണ്ടാകുക. ഇനി ഇതേ നമ്മൾ ഇതിനെ 6 തുല്യ പാർട്സ് ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിലോ നോക്കൂ, 1 2 3 4 5 6 6 തുല്യ പീസസ് ആക്കി മാറ്റി. ഇതിൽ ഓരോ പാർട്ടും എന്തായിരിക്കും? 6 തുല്യ പാർട്ടുകളാക്കി മാറ്റിയതില് ഒരു പാർട്ട്, ഇവിടെയും 6 തുല്യ പാർട്ടാക്കിയതില് 1. ഇതിലുള്ള ഓരോന്നും 1/6 പാർട്ടാണ് ഉണ്ടാകുക. ഇനി നമ്മൾ ഇതിന്റെ പകുതി ഇവിടെ ചെയ്ത് അതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ നോക്കൂ, 3 ഭാഗം, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 6 തുല്യ പാർട്സ് ആക്കിയതില് 3 ഭാഗം. അപ്പൊ 3/6. ഇനി ഇവിടെ നോക്കൂ, പകുതി 3 അല്ലേ ഉള്ളത്? 3 പാർട്സ് ആണ് ഇവിടെ ഉള്ളത്. അതായത് 6 തുല്യ പാർട്സ് ആക്കി മാറ്റിയതില് 3 പാർട്സ്. അപ്പൊ 3/6. ഇനി നേരത്തെ പോലെ സർക്കിളിനെ 6 തുല്യ പാർട്സ് ആക്കുകയാണെന്നുണ്ടെങ്കിലോ നോക്കൂ, 2 തുല്യ പാർട്സ് ആക്കി മാറ്റി. വീണ്ടും ഇതുപോലെ നമ്മൾ ഈ സർക്കിളിനെ 6 തുല്യ പാർട്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി പാർട്ട് എന്ന് പറയുന്നത് എത്ര ഉണ്ടാകും? ഈ ഒരു ഭാഗം നോക്കൂ, 6 തുല്യ പാർട്സ് ആക്കിയതിലെ 3 പാർട്ട്, 1 2 3, അതായത് 3/6. ബാക്കി താഴെയുള്ള ഭാഗം 6 തുല്യ പാർട്സ് ആക്കിയതിലെ 3 ഭാഗം. ഇനി ഇതിലുള്ള ഓരോ ഭാഗവും എന്താണ്? 1/6 പാർട്ടാണ്. ഇതും 1/6 പാർട്ടാണ്. ഇതിലുള്ള ഓരോന്നും 1/6 പാർട്ടാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇതിലുള്ള ഓരോന്നും 1/4 പാർട്ടാണ്. ഈ മുകളിലുള്ള ഈ പാർട്ട് 2 എന്ന് പറയുന്നത് 2/4 പാർട്ടാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, നമ്മളിതേ ഇതിന്റെ പകുതി 1/2, ഇവിടെ പകുതി 2/4, ഇവിടെ പകുതി 3/6. ഇനി ഇതിനകത്താണെന്നുണ്ടെങ്കിലോ പകുതി 1/2, ഈ മുകളിലുള്ള ഭാഗം 2/4, ഇവിടെ 3/6. ഇവിടെ ഈ 1/2 എന്ന് പറയുന്നതും 2/4 എന്ന് പറയുന്നതും 3/6 എന്ന് പറയുന്നതും സെയിം ആണല്ലോ. ഇവിടെ നോക്കൂ, ഇവിടുത്തെ പകുതി പാർട്ടാണ് 1/2, ഇവിടുത്തെ പകുതി പാർട്ടാണ് 2/4, ഇവിടുത്തെ പകുതി പാർട്ടാണ് 3/6. അതേപോലെ ഇവിടെ 3 കേസിലും പകുതി പാർട്ടാണ് ഈ 1/2, 2/4, 3/6 എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം സെയിം ആണ്. അപ്പൊ ഈ 1/2 എന്ന് പറയുന്നതിന്റെ ഈ ഫ്രാക്ഷന്റെ മറ്റ് രൂപങ്ങളാണ് ഈ 2/4, 3/6 എന്നൊക്കെ പറയുന്നത്. ഇനി നോക്കൂ, ഈ 1/2 2/4 എങ്ങനെയാ കിട്ടിയത്? ഈ 1/2 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷണൽ നമ്പർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും, അതായത് അംശത്തിലും ഛേദത്തിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ആണുള്ളത്. അപ്പോൾ മുകളിൽ 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. താഴെയും ഈ 2 അല്ലേ ഇവിടെ ഉള്ളത്, 2നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ 1/2ൻ്റെ മുകളിലും താഴെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നോക്കൂ, നമുക്ക് 1 × 2 2, 2 × 2 4, 2/4 ഇവിടെ കിട്ടും. ഇങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ 1/2ൻ്റെ മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 3 3 വരും. അതേപോലെ 2 × 3 6 വരും. 3/6 അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 1/2ൻ്റെ മറ്റ് 2 ഫോംസ് ആണ് ഈ 3/6 എന്ന് പറയുന്നതും 2/4 എന്ന് പറയുന്നതും. ഇനി നമുക്ക് വേറെ രൂപങ്ങളും കാണാലോ. നോക്കൂ, 1/2നെ നമ്മൾ ഇവിടെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, ഇവിടെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മുകളിലും താഴെയും ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. നമ്മൾ ന്യൂമറേറ്ററിൽ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ നമ്പർ കൊണ്ട് തന്നെ താഴെ ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ നമുക്ക് ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള, അതായത് 1/2ന് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറെ ഫ്രാക്ഷൻ കിട്ടുള്ളൂ. ഇനി ഇവിടെ 1 × 4 4 വരും, ഇവിടെ 2 × 4 8 വരും. അപ്പോൾ 4/8 എന്ന് പറയുന്നത് ഇതിൽ പെട്ട ഒന്നാണ്, ഈക്വൽ ടു 4/8. ഇനി നമുക്ക് അടുത്ത രൂപം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 5 5 വരും. 2 × 5 10 വരും. ഇതൊക്കെ എന്താണ്? ഈ 1/2ൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 24 കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫ്രാക്ഷൻസ് സ്പെസിഫൈഡ് ബിലോ. ചുവടെ പറയുന്ന ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. അതിൽ ഒന്നാമത്തത്
ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 24. നമുക്ക് 1/2ന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷണൽ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഡിനോമിനേറ്റർ 24 ആകണം. അതായത് നമുക്ക് ഈ 1/2ന്റെ ഒരു ഫോം ആണ് നമുക്ക് വേണ്ടത്. അതിൽ ഡിനോമിനേറ്റർ 24 ആകണം. ന്യൂമറേറ്റർ എന്താണെന്ന് നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് താഴെ 2 അല്ലേ ഇതിനകത്തുള്ളത്. ആ 2ന്ന് 24 ആകണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാകുക? നോക്കൂ, 2നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടണം. അപ്പോൾ ഇവിടെ നമ്പർ ഏതായിരിക്കും? 2നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 24 കിട്ടുക. അതായത് ഈ 1നെ എന്ത് ചെയ്യുക? അപ്പോൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ താഴെ 2നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്കിവിടെ താഴെ ഡിനോമിനേറ്റർ 24 കിട്ടിയത്. അപ്പം മുകളിലും എന്ത് ചെയ്യുക? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 12/24 ആയിരിക്കും ആ ഫ്രാക്ഷന്. അതായത് 1/2ന്റെ മറ്റൊരു രൂപം 12/24. ഇനി അതിൽ രണ്ടാമത്തേത്, ദി ഫോം ഓഫ് 1/2 വിത്ത് ന്യൂമറേറ്റർ 24. 1/2ന്റെ ഒരു ഫോമാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ന്യൂമറേറ്റർ 24 ആകണം. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായിരിക്കും? അത് കാണുക. അപ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷന് കിട്ടും. അപ്പോൾ നോക്കൂ, ഇവിടുത്തെ ന്യൂമറേറ്റർ 1 ആണ്. 1ന്ന് ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 കിട്ടുക? നോക്കൂ, 1നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് 24 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡിനോമിനേറ്ററിനെ ഇതേപോലെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ 1നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഈ 2നെയും 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 24 24 വരും. താഴെ 2 × 24 48 വരും. അപ്പോൾ 24/48 ആണ് ന്യൂമറേറ്റർ 24 ആയിട്ടുള്ള ഈ 1/2ന്റെ മറ്റൊരു ഫോം. ഇനി അതിൽ മൂന്നാമത്തത്, ദി ഫോം ഓഫ് 1/3 വിത്ത് ഡിനോമിനേറ്റർ 24. അപ്പോൾ നമുക്ക് വേണ്ടത് 1/3യുടെ ഒരു ഫോമാണ്. അതിനകത്ത് ഡിനോമിനേറ്റർ 24 ആകണം. അതായത് താഴെ 24 ആകണം. ഇതിൻ്റെ ന്യൂമറേറ്റർ എന്തായിരിക്കും? നമുക്കത് കണ്ടുപിടിക്കണം. എങ്കിൽ നമുക്ക് ഈ ഫ്രാക്ഷൻ എഴുതാൻ പറ്റും. നോക്കൂ, ഇവിടെ 3ന്ന് 24 ആകണം എന്നുണ്ടെങ്കിൽ 3നെ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 × 8 അല്ലേ 24. അപ്പം 3നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇവിടെ 24 കിട്ടിയിട്ടുള്ളത്. അപ്പം ന്യൂമറേറ്ററും എന്ത് ചെയ്യുക? ഈ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 8 8 വരും. 3 × 8 24 വരും. അപ്പോൾ 8/24 ആണ് നമുക്ക് വേണ്ട ഫ്രാക്ഷൻ. ഇനി അതിൽ നാലാമത്തേത്, ദ ഫോം ഓഫ് 1/3 വിത്ത് ന്യൂമറേറ്റർ 24. അതായത് 1/3യുടെ ഒരു ഫോമാണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് ന്യൂമറേറ്റർ, അതായത് അംശം 24 ആകണം. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായിരിക്കും? അത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷന് കിട്ടും. നോക്കൂ, ഇവിടെ ന്യൂമറേറ്റർ 1ന്ന് 24 ആകില്ലേ ചെയ്തത്. അപ്പോൾ 1നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 കിട്ടുക? 1നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലല്ലേ നമുക്ക് 24 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിലും ഇതേപോലെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് മുകളിൽ ന്യൂമറേറ്ററിനെ നമ്മൾ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഡിനോമിനേറ്റർ 3നെയും 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കൂ, 1 × 24 24 വരും. താഴെ 3 × 24 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 24 × 3 3 × 4 12ന് 2, ബാക്കി 1, 2 3 6 6 1 7 72 വരും. അപ്പോൾ 24/72 ഇതാണ് നമുക്ക് ഇവിടെ വരുന്ന ഫ്രാക്ഷൻ. അതായത് ന്യൂമറേറ്റർ 24 ആയിട്ടുള്ള 1/3യുടെ മറ്റൊരു ഫോം. ഇനി അതിൽ അഞ്ചാമത്തേത്, ദി ഫോം ഓഫ് 1/4 വിത്ത് ന്യൂമറേറ്റർ 100. നമുക്ക് വേണ്ടത് 1/4ന്റെ ഒരു ഫോമാണ്. അതിനകത്ത് ന്യൂമറേറ്റർ 100 ആകണം. അപ്പോൾ എന്തായിരിക്കും ഡിനോമിനേറ്റർ? നമുക്ക് എങ്ങനെ കാണാം? ഇവിടെ നോക്കൂ, 1ന്ന് 100 ആകണം എന്നുണ്ടെങ്കിൽ 1നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 100 ആകുക? 100 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാതെ ഈ ഡിനോമിനേറ്ററിനെയും ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ന്യൂമറേറ്റർ 1നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 4നെയും
100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നോക്കൂ 1 ഇൻറ്റു 100 100 വരും. ഇനി 4 ഇൻറ്റു 100 400 വരും. അപ്പോൾ ന്യൂമറേറ്റർ 100 ആയിട്ടുള്ള 1/4ൻ്റെ ഒരു ഫോമാണ് 100/400. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 3 ഡിഫറെന്റ് ഫോംസ് ഓഫ് 1/4. 1/4ൻ്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് വേണ്ടത് 1/4ൻ്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ കാണണം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ഫോംസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ 4നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു 2 2 വരും. 4 ഇൻറ്റു 2 8ഉം വരും. 2/8 1/4ൻ്റെ ഒരു രൂപമാണ്. ഇനി അടുത്തത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു 3 താഴെ 4 അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 3 ഈക്വൽ ടു 1 ഇൻറ്റു 3 3 വരും. 4 ഇൻറ്റു 3 12ഉം വരും. 3/12 1/4ൻ്റെ മറ്റൊരു രൂപമാണ്. ഇനി നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി മുകളിലും താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 ഈക്വൽ ടു 1 ഇൻറ്റു 4 4 വരും. 4 ഇൻറ്റു 4 16ഉം വരും. അപ്പോൾ ഇതും 1/4ൻ്റെ മറ്റൊരു രൂപമാണ്. നമുക്ക് 3 എണ്ണല്ലേ ചോദിച്ചത്? 1 2 3 3 നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 25, ക്വസ്റ്റ്യൻ നമ്പർ 3. ഫോർ ഈച്ച് ഓഫ് ദി പെയർ ഓഫ് ഫ്രാക്ഷൻസ് ബിലോ ഫൈൻഡ് 3 ഫോംസ് വിത്ത് ദി സെയിം ഡിനോമിനേറ്റർ. ചുവടെ പറയുന്ന സംഖ്യകളുടെ ഒരേ ഛേദമുള്ള 3 രൂപം കണക്കാക്കുക. അതിൽ ഒന്നാമത്തെ പെയർ 1/2, 1/3. അപ്പം നമുക്ക് ക്വസ്റ്റ്യനകത്ത് കാണേണ്ടത് ഇവിടെ നമുക്ക് ഒരു പെയർ ഓഫ് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. 2 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് രണ്ടിനും ഒരേ ഛേദം വരണം, അതായത് ഒരേ ഡിനോമിനേറ്റർ വരണം. അങ്ങനെയുള്ള 3 രൂപങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന്റെ ഡിനോമിനേറ്റർ 2 ആണ്, ഇതിന്റെ ഡിനോമിനേറ്റർ 3 ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ 2 ഫ്രാക്ഷനെയും ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് 2ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 2 നോക്കൂ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്നതല്ലേ 2ന്റെ മൾട്ടിപ്പിൾ. ഇനി നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 3 എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, അടുത്തത് 3 അല്ലേ? 3ന്റെ മൾട്ടിപ്പിൾസ് 3, 6, 9, 12 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണല്ലോ. ഇനി ഇത് രണ്ടിലും ഫസ്റ്റ് വരുന്ന കോമൺ നമ്പർ ഏതാ നോക്കുക. ആദ്യം 6 ആണ് രണ്ടിനും കോമൺ ആയിട്ടുള്ളത്. ഇതിനകത്ത് 12 ഉണ്ടാകും, ഇതിനും 12 ഉണ്ട്. ഇവിടെ 10 കഴിഞ്ഞിട്ട് 12 ആണ്, രണ്ടിനും 12 ഉണ്ട്. പക്ഷെ ആദ്യം രണ്ടിനും കോമൺ ആയിട്ടുള്ളത് 6 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 6 ആക്കി മാറ്റുക. അപ്പം ഈ 2ന്ന് 6 ആകണം എന്നുണ്ടെങ്കിൽ 2നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. അതേപോലെ 3ന്ന് 6 കിട്ടണം എന്നുണ്ടെങ്കിൽ 3നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. നോക്കൂ, 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 6 കിട്ടുക. അതേപോലെ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 6 കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫ്രാക്ഷന് മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഡിനോമിനേറ്റർ 6 ആയി കിട്ടും. ഇനി ഈ ഫ്രാക്ഷന് എന്ത് ചെയ്യുക? മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്കിത് ഇവിടെ താഴെ 6 ആയി കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെന്ത് ചെയ്യുക? 1നെയും 2നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 3 3 വരും. ഇവിടെ 2 ഇൻറ്റു 3 6 വരും. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ മറ്റൊരു രൂപം, ഡിനോമിനേറ്റർ 6 ആയിട്ടുള്ള ഒരു രൂപം നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ എങ്ങനെ എഴുതാം? മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ 3നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നോക്കൂ, 1 ഇൻറ്റു 2 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 6. താഴെ 6 അല്ലേ ഉള്ളത്. ഇപ്പോൾ 2 ഫ്രാക്ഷനും ഈ 2 ഫ്രാക്ഷനും നമ്മൾ ഡിനോമിനേറ്റർ 6 ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആക്കി എഴുതി. ഒരു രൂപം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ കണ്ടാൽ പോരെ. അപ്പോൾ ഒരു രൂപം നമുക്ക് ഇവിടെ കിട്ടി. ഇപ്പോൾ 1 ഇവിടെ കിട്ടി. ഇനി രണ്ടാമത്തത് നോക്കൂ, നമുക്ക് ഇതിൻ്റെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൂടെ? 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 6നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 3 6 വരും. 2 ഇൻറ്റു 6
12 വരും. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ 6നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4 വരും, താഴെ 6 × 2 12 വരും. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ നമുക്ക് വേറൊരു രൂപം കിട്ടി. ഇനി അടുത്തത് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. ഇവിടെയാണ് നമുക്ക് ഡിനോമിനേറ്റർ കോമൺ ആക്കി കിട്ടിയത്. ഇതിൽ വെച്ചല്ല നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എന്നിട്ട് അതിലാണ് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഫോംസ് കാണേണ്ടത്. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യുക, ഇത് രണ്ടിനകത്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 3 താഴെ 6 അല്ലേ ഉള്ളത്, 6 × 3 ഈക്വൽ ടു 3 × 3 9 വരും, 3 × 6 18 വരും. ഇനി ഇതിനകത്തും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 3 ബൈ താഴെ 6 അല്ലേ, 6 × 3 ഈക്വൽ ടു 2 × 3 6 വരും, 3 × 6 18 വരും. അപ്പോൾ ദേ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ടുള്ള 3 ഡിഫറെൻറ്റ് ഫോംസ് കിട്ടിയല്ലോ. ഇതിൻ്റെ 3 ഫോംസ് ഇവിടെ കിട്ടി, ഇതിൻ്റെയും 3 ഫോംസ് ഇവിടെ കിട്ടി. ഇത് രണ്ടിനും ഡിനോമിനേറ്റർ സെയിം ആണ്, ഇത് രണ്ടിനും ഡിനോമിനേറ്റർ സെയിം ആണ്, ഇത് രണ്ടിനും ഡിനോമിനേറ്റർ സെയിം ആണ്. ഇനി അതിൽ രണ്ടാമത്തെ ജോഡി 1/2, 1/4. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. അപ്പോൾ ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 4 ആണുള്ളത്. മൾട്ടിപ്പിൾസ് ഓഫ് 2 ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 2 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് അല്ലേ. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണെങ്കിലോ 4, 8, 12, 16 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ഇനി ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ചെറിയ നമ്പർ ഏതാ നോക്കുക. നോക്കൂ, ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 4 ആക്കാം. ഇതിൻ്റെ ഓൾറെഡി 4 ആണ്. ഇനി ഇതിൻ്റെ 4 ആക്കാൻ എന്ത് ചെയ്താൽ മതി, ദേ ഇവിടെ താഴെ 2 അല്ലേ ഉള്ളത്, 2നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ 4 കിട്ടണം. അപ്പോൾ ഏത് കൊണ്ടായിരിക്കും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 2 കൊണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 ഡിവൈഡഡ് ബൈ 2 × 2 ഈക്വൽ ടു 2/4 വരും. അപ്പോൾ രണ്ട് ഫ്രാക്ഷനും 2/4ഉം 1/4ഉം ദേ ഒരു ഫോം നമുക്ക് കിട്ടി. രണ്ടിനും ഡിനോമിനേറ്റർ 4 ആണ്. ഇനി അടുത്ത ഫ്രാക്ഷൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, ദേ ഇത് രണ്ടിൻ്റെയും മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 2/4നെ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദേ 2 × 2 4 വരും, 4 × 2 8 വരും. അപ്പോൾ 4/8 കിട്ടും. ഇനി ഇതിനെ അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 2 ഡിവൈഡഡ് ബൈ ദേ താഴെ 4 അല്ലേ ഉള്ളത്, 4 × 2 ഈക്വൽ ടു 1 × 2 2 വരും, 4 × 2 8ഉം വരും. അപ്പോൾ 2/8. രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. ഇനി മൂന്നാമതൊന്നും കൂടെ വേണമല്ലോ. ഇനി ഇവിടെ നമ്മൾ 2 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്, അടുത്തത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2/4നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 2 × 3 4 × 3 ഈക്വൽ ടു 2 × 3 6 വരും, 3 × 4 12ഉം വരും. ഇനി ഇതേ ഈ 1/4നെയും മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 3 ഡിവൈഡഡ് ബൈ 4 × 3 ഈക്വൽ ടു 1 × 3 3 വരും, 4 × 3 12ഉം വരും. അപ്പോൾ ദേ ഇവിടെയും ഡിനോമിനേറ്റർ 12 ആണ്, ഇവിടെയും ഡിനോമിനേറ്റർ 12 ആണ്. അപ്പോൾ നോക്കൂ, ദേ ഈ 1/2ൻ്റെയും 1/4നും ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ടുള്ള 3 ഫോംസ് ഇതേ നമുക്കിവിടെ കിട്ടി. ഇനി അതിൽ മൂന്നാമത്തെ പേര് 1/3 1/4. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് രണ്ടിനെയും ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ടുള്ള 2 ഫ്രാക്ഷൻസ് ആക്കി എഴുതണം. അപ്പോൾ അതിന് മൾട്ടിപ്പിൾസ് ഓഫ് 3 ഏതൊക്കെയാണ്, 3, 6, 9, 12, 15 ഇങ്ങനെ പോകും. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണെങ്കിലോ 4, 8, 12, 16 ഇങ്ങനെ പോകും. ഇനി ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ നമ്പർ ഏതാ നോക്കുക. നോക്കൂ, 12 അല്ലേ രണ്ടിനും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ
12 ആക്കി മാറ്റണം. അപ്പോൾ 3നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുക, അതേപോലെ 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുക നോക്കൂ 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, അതേപോലെ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ രണ്ടിനും 12 കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ 3നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 4 കൊണ്ട്. അപ്പോൾ 1 × 4 3 × 4 ഈക്വൽ ടു 1 × 4 4 3 × 4 12. ഇനി അടുത്ത ഫ്രാക്ഷൻ 1/4 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലും താഴെയും 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 3 വരും, 4 × 3 12 വരും. അപ്പോൾ നോക്കൂ, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 12 ആക്കിയിട്ടുള്ള ഫ്രാക്ഷന് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ 1 രൂപ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത് കാണാൻ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 4/12നെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 8 വരും, 2 × 12 24 വരും. ഇനി അടുത്തത് ഇതിനെയും മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3/12നെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6 വരും. ഡിനോമിനേറ്റർ 2 × 12 24 വരും. അപ്പോൾ നോക്കൂ, രണ്ടിനും 24 ആണല്ലോ ഡിനോമിനേറ്റർ ആയിട്ടുള്ളത്. ഇനി അടുത്ത ഫോം കാണാൻ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടിനെയും മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4/12നെ മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 4 12 വരും. 3 × 12 36 വരും. ഇനി അടുത്തത് ഇതിനെയും ഇതേപോലെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3/12ൻ്റെ മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9 വരും. 3 × 12 36 വരും. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ഫ്രാക്ഷനും ഡിനോമിനേറ്റർ 36 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് രണ്ടിനും ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ടുള്ള 3 ഫ്രാക്ഷൻസ് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 25, ക്വസ്റ്റ്യൻ നമ്പർ 4. ഡസ് 1/3 ഹാവ് അനദർ ഫോം വിത്ത് ഡിനോമിനേറ്റർ 10, 100 or 1000? ഗീവ് റീസൺസ്. 1/3ന് 10, 100, 1000 എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഛേദമായ രൂപം ഉണ്ടോ? കാരണം പറയുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചിട്ടുള്ളത് 1/3 എന്നുള്ള ഒരു ഫ്രാക്ഷൻ. ഈ ഫ്രാക്ഷന്റെ മറ്റൊരു ഫോംസ്, അതായത് ഡിനോമിനേറ്റർ 10, 100, 1000. ഡിനോമിനേറ്റർ ഈ 3 നമ്പേഴ്സ് വരുന്ന രീതിയിൽ ഇതിന് മറ്റൊരു ഫോംസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇവിടെ നോക്കൂ, നമുക്ക് ഈ ഡിനോമിനേറ്റർ 3 അല്ലേ, ഈ 3ന് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടുമോ? നോക്കൂ, 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 3 6 9 12 15 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് അല്ലേ. ഇതിനകത്ത് 10 ഇല്ലല്ലോ. അപ്പൊ നമുക്കിത് ഈ 3നെ 10 ആക്കാൻ പോസിബിൾ അല്ല. അതായത് ഈ 10 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ 10 ആയിട്ടുള്ള ഇതിന്റെ മറ്റൊരു രൂപം പോസിബിൾ അല്ല. അതേപോലെ തന്നെ 10 പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ 100ഉം 1000ഉം 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇത് രണ്ടിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ നമുക്ക് 0 കിട്ടൂല. അതായത് ഇത് 3ഉം 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 3ഉം 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഡിനോമിനേറ്റർ ഇത് 3ഉം വരുന്ന രീതിയിൽ ഈ 1/3യുടെ മറ്റു ഫോംസ് നമുക്ക് പോസിബിൾ അല്ല. അപ്പം നമുക്ക് ആൻസർ എന്ത് എഴുതാം? നോ. പോസിബിൾ ആണോ എന്നല്ലേ ചോദിച്ചത്? നോ. കാരണം എന്താണ്? ബിക്കോസ് 10, 100 and 1000 are not multiple of ഈ തന്ന 3 നമ്പേഴ്സും 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് ഇത് 3ഉം ഡിനോമിനേറ്റേഴ്സ് ആക്കി വരുന്ന ഫ്രാക്ഷൻസ് നമുക്ക് പോസിബിൾ അല്ല.